നമസ്കാരം. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ വാഹനം ഇപ്പോൾ തീപിടിച്ചിരിക്കുകയാണ്. അതും അതീവ സുരക്ഷ ഉണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാഹനം. ഇതിൽ ഇപ്പോൾ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയായിട്ടും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു റഷ്യയും ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു കാറ് കത്തുന്നതും അതുപോലെ തന്നെ അവിടെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന മോസ്കോയിൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അതിൻ്റെ തീ കെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ എല്ലായിടത്തും വൈറലാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് കൂട്ടി വായിക്കേണ്ടത് 2 ദിവസം മുമ്പാണ് ഉക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി ഒരു കാര്യം പറഞ്ഞിരുന്നു, പുടിൻ ഉടനെ മരണപ്പെടും. ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും വളരെ ആശങ്കാജനകമാണ്. കാരണം റഷ്യൻ പ്രസിഡന്റ് എപ്പോഴും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വലിയൊരു സുരക്ഷാ സംവിധാനമുണ്ട്. റഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും മറ്റുള്ള രാജ്യങ്ങൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികമാണ് സുരക്ഷ അവിടെ ഉള്ളത്. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഇതുവരെയായിട്ടും സ്ഥിരീകരണം വന്നിട്ടില്ല. അതായത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ എല്ലായിടത്തും ചർച്ചയായിട്ടുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത് പുടിന്റെ ഏറ്റവും വില കൂടിയ സുരക്ഷാ വാഹനം ഒരു തീഗോളമായി നിന്ന് കത്തുന്നതാണ്. അതിലൊക്കെ തന്നെ ഒരുപാട് അസ്വാഭാവികതയുണ്ട്. ഈ പറഞ്ഞതുപോലെ സെലൻസ്കിയുടെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ വിഷയത്തെക്കുറിച്ച് ബുധനാഴ്ചയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം 25-ാം തീയതിയോ മറ്റോ ആണ് ഇത് പറഞ്ഞത്. 29-ാം തീയതി ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഉക്രൈൻ്റെ ചാരപ്രവൃത്തിയാണോ, ഉക്രൈൻ്റെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ആണോ എന്നുള്ള സംശയങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ പുടിൻ്റെ ഈ വാഹനമെന്ന് പറയുന്നത് ഏകദേശം $3.5 ലക്ഷം വിലമതിക്കുന്നതാണ്. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 3 ലക്ഷത്തിലധികം 3 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ലക്ഷറി ക്ലാസ് ലിമോസിൻ എന്നാണ് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ ഓറസ് സെനറ്റ് എന്നാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് തന്നെ. എന്തുകൊണ്ട് ആ ബ്രാൻഡിൻ്റെ പേര് ഉൾപ്പെടെ എടുത്തു പറയുന്നു എന്ന് പറഞ്ഞാൽ 2018 ഈ ബ്രാൻഡ് അവതരിപ്പിച്ചത്, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് പുടിൻ തന്നെയായിരുന്നു. പുടിനായിരുന്നു അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് നമുക്ക് പറയേണ്ടി വരും. വളരെ ചുരുക്കം കാറുകൾ മാത്രമേ വിറ്റഴിച്ചിട്ടുള്ളൂ ഓറസ് സെനറ്റ് എന്ന് പറയുന്നത്. ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരുപാട് സുരക്ഷാ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ പറയുന്ന ലിമോസിൻ. അതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അതും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മോസ്കോയുടെ നോർത്ത് സ്ട്രീറ്റിൽ FSBയുടെ സീക്രട്ട് സർവീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം 2 കാര്യങ്ങൾ ആദ്യം സംശയിച്ചിരുന്നു. അതായത് ഒന്നുകിൽ ഇതൊരു അസാസിനേഷൻ അറ്റംപ്റ്റ്, അതല്ലെങ്കിൽ ഒരു മോക്ക് ഡ്രിൽ എന്ന രീതിയിലാണ് കരുതിയത്. പക്ഷേ മോക്ക് ഡ്രില്ലായി ഇതിനെ ഇപ്പോഴും കരുതാൻ സാധിക്കുമെന്നുള്ള സംശയമൊക്കെയാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ വാഹനത്തിനുള്ളിൽ പുടിൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ ഈ ലിമോസിനിലിരുന്ന് പുടിൻ പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അത് നേരത്തെ ചിത്രങ്ങളായിരിക്കാം, മുൻപെടുത്ത ചിത്രങ്ങളായിരിക്കാം, ഇപ്പോഴത്തെ ആയിരിക്കില്ല എന്നുള്ളത്. എന്തായിരുന്നാലും പുടിൻ മരിച്ചിട്ടില്ല. പുടിന് ഈ അപകടത്തിൽ ആർക്കും പരിക്കും സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം ഇത് ഇങ്ങനെ ഒരു വാഹനം ഓടിക്കുന്നതും ഇതിന് ഷോഫർ ഉണ്ടായിരിക്കും, അതായത് ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഇതിനുണ്ടായിരിക്കും. ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും വരുന്നില്ല. കാര്യം ഇതൊരു ഡ്രൈവർ സീറ്റ് കഴിഞ്ഞിട്ട് ഒരു അടുത്ത പോർഷനായിട്ടാണ് എന്ത് വരുന്നത്, നമുക്ക് പാസഞ്ചറിന് ഇരിക്കാൻ പറ്റുന്നത്. വളരെ നീളമുള്ളൊരു വാഹനമാണ് ഈ പറയുന്ന ലിമോസിൻ എന്ന് പറയുന്നത്. നോർമൽ വാഹനങ്ങളെ പോലെയല്ല, വളരെ നീളമായിരിക്കും. അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ മേഖല അത് നമുക്ക് 2 രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന് ക്യാമറ വഴി ഡ്രൈവറുമായിട്ട് പാസഞ്ചറിനെ സംസാരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻ സംഭവിച്ചാൽ പോലും അതിനെയും നേരിടാൻ തക്ക ശേഷി ഈ വാഹനത്തിനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെ ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായി? ഇതൊരു ബോംബ് സ്ഫോടനമോ അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലോസീവ് എന്തെങ്കിലും ഉപയോഗിച്ച ഒരു വിഷയമാണോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു. അതിന് ഒറ്റ കാര്യം മാത്രം മതി, പുടിൻ മരിച്ചാൽ മതി എന്നാണ് സെലൻസ്കി പറഞ്ഞിരുന്നത്. അപ്പോൾ പുടിൻ്റെ മരണം ആസന്നമായിരിക്കുന്നു എന്നൊക്കെ തന്നെ സെലൻസ്കി അന്ന് പറഞ്ഞപ്പോൾ അതൊരു കൊലപ്പെടുത്തലാണെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായില്ല. കാര്യം അദ്ദേഹം ക്യാൻസർ മുതൽ പാർക്കിൻസൺസ് വരെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൈവിറയിലുണ്ട്, അദ്ദേഹം തലകുമ്പിട്ടിരിക്കുന്നതായിട്ട് കണ്ടു, അദ്ദേഹം കുറേ ദിവസങ്ങളായി വലിയ ആരോഗ്യ പ്രശ്നത്തിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെലൻസ്കി എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അത് മറ്റെന്തെങ്കിലും ഇന്റൽ റിപ്പോർട്ട് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ സൂചനകളോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെങ്കിൽ പോലും
ഇപ്പോൾ സെലൻസ്കി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയോ സൂചനകളായിരുന്നു അന്ന് നൽകിയതെന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഭീകരാക്രമണമായി തന്നെ നോക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇത് അടിവരയിടുന്നതാണ്. കാരണം ഈ സാഹചര്യത്തിൽ സമാനമായി പറയുകയാണെങ്കിൽ കീവിലേക്ക് ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഉക്രൈനിൽ പല മേഖലയിലും ശക്തമായ ആക്രമണം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക മധ്യസ്ഥത വഹിക്കുന്നു, ഇതൊരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു, വളരെ വേഗത്തിൽ അവസാനിക്കുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരും. കാരണം ഇതുവരെയും കാണാത്ത പല ആയുധങ്ങളും റഷ്യ ഒരു പക്ഷേ ഉക്രൈന് മേൽ ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. അതല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പ്രകോപിപ്പിക്കുന്നതായിരിക്കും ഈ നീക്കമെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്ന് ട്രംപ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത്. ഈ യുദ്ധം നിങ്ങളുടെ പിടിവാശി മാത്രമാണ്. അതായത് സെലൻസ്കിയുടെ പിടിവാശിയാണ്. ഒരിക്കലും ഉക്രൈൻ ജനതയല്ല ഇത് ആഗ്രഹിക്കുന്നത്, ഉക്രൈനുകളല്ല ഇതിനു വേണ്ടി ആവശ്യപ്പെട്ട് മുന്നോട്ട് നിൽക്കുന്നത്. ഇത് ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം, മറ്റു രീതിയിലായിരിക്കാം. അന്ന് തന്നെ പുടിൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു ജനഹിതം പരിശോധിച്ച് നോക്കൂ, നിങ്ങൾക്കെതിരായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ. ശരിയാണ്, ഇന്ന് ജനഹിതം ഉക്രൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സെലൻസ്കിക്ക് അനുകൂലമായി നിൽക്കത്തില്ല. സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യുദ്ധകാലാടിസ്ഥാന ഒരു സർക്കാരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ സെലൻസ്കി തോൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നടക്കം പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ സെലൻസ്കി ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് ദുർബല ആയി മാറിക്കൊണ്ടിരിക്കുന്നു, തങ്ങളെ കീഴ്പ്പെടുത്തുന്നു, തങ്ങളെ അടിമപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള ഇരവാദം ഉന്നയിച്ചുകൊണ്ട് എങ്ങനെയും പ്രീതി പിടിച്ചു പറ്റാനും റഷ്യയ്ക്ക് മേൽ ഒരു മേൽക്കൈ നേടാനും ഒക്കെയുള്ള ശ്രമങ്ങളായിരിക്കാം ഒരുപക്ഷെ സെലൻസ്കി നടത്തുന്നത് എന്നുള്ളത് ട്രംപ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. അതുതന്നെയാണല്ലോ അത്രയധികം ധാർഷ്ട്യത്തോടുകൂടി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റയർ ആയിരുന്നാലും ആ സംസാരത്തിലായിരുന്നാലും എന്തിനേറെ പറയുന്നു, ട്രംപ് തന്നെ ചോദിച്ചു, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്, രണ്ട് രാജ്യങ്ങളിലെ തലവന്മാർ തമ്മിലുള്ള മീറ്റിംഗ് ആണ്, ഒരു കോട്ട് പോലും ഇല്ലേ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ മുതൽ തന്നെ ജെ.ഡി. വാൻസിനെയും അതുപോലെ തന്നെ ട്രംപിനെയും പ്രകോപിപ്പിച്ച പല സംഭവങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും സമാധാനപരമായി ഈ വിഷയം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞത്. ചർച്ചകളിലൂടെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ റഷ്യയെയും ഉക്രൈനെയും ഒരുമിച്ചിരുത്തിയാൽ അടിനാശം ബഹളമാവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാര്യം അമേരിക്കയോട് പോലും സമാധാനപരമായി സംസാരിക്കാൻ സെലൻസ്കി അറിയില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ പുടിനുമായി നേർക്കിരുന്ന് എന്തെങ്കിലും മോശകരമായി സംസാരിച്ചു കഴിഞ്ഞാൽ പുടിൻ്റെ സെക്യൂരിറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറയേണ്ടതൊന്നും തന്നെയില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നാണക്കേടായിരിക്കില്ലേ? ഒരിക്കലും റഷ്യക്ക് നാണക്കേടാവില്ല. കാരണം പുടിൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നാണക്കേടായിരിക്കും. റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായെന്ന് ഇനി പുറത്ത് മാധ്യമങ്ങൾ അറിഞ്ഞാൽ അത് നേട്ടമാകുന്നത് റഷ്യയ്ക്കാണ്, ഒരിക്കലും ഉക്രൈനല്ല. ഉക്രൈന് നേട്ടമാകുമായിരുന്നു പുടിനെ കൊലപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി ഉക്രൈന് മേൽ എന്ത് ആക്രമണം നടത്തിയാലും അതൊക്കെ തന്നെ തിരിച്ചടിക്കാം, ധൈര്യമായി തിരിച്ചടിക്കാം. ഇതൊരു വടിയായി മാറുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇസ്രയേലിലും സമാനമായ കാര്യം തന്നെയാണ് കണ്ടത്. അതായത് ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തി 1200-ലധികം ആളുകളെ കൊലപ്പെടുത്തി 250-ലധികം ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയതിന് പിന്നാലെ 1.5 വർഷത്തിലധികം നടത്തുന്ന യുദ്ധത്തിൽ ഇപ്പോഴും ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ മറുഭാഗത്ത് 50,000-ലധികം പലസ്തീനികൾ മരിച്ചു വീണിട്ടും ഈ 1200 സാധൂകരിക്കാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വസ്തുത കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു നേട്ടമാണ് ഈ ഒരു ആക്രമണം. എനിക്ക് തോന്നുന്നത് ഈ ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇനി ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇത് വളരെയധികം ബിൽറ്റ്-ഇൻ ആർമേഡ് ലക്ഷറി സെഡാൻ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. 45 കിലോ മറ്റോ ആണ് ഈ ലക്ഷറി സെഡാൻ, അതായത് ലിമോസിൻ. ഇത് അവതരിപ്പിച്ചത് റഷ്യ തന്നെയാണ്. ഇതിൻ്റെ നിർമ്മാതാക്കൾ റഷ്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ലോകത്തിന് മുന്നിൽ ഒരു വിസ്മയം തന്നെയാണ് ഈ ലിമോസിൻ എന്ന് പറയുന്നത്. ഓറ സെനറ്റ് എന്ന് പറയുന്നത്. ഓറ സെനറ്റ് ഇപ്പോൾ 2018 ശേഷം ലോഞ്ച് ചെയ്തതാണ്. അത് പുടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനം കൂടിയായിരുന്നു. അത് തന്നെയാണ് നമുക്കറിയാവുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് അത് ഗിഫ്റ്റായിട്ട് അദ്ദേഹം സമ്മാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വലിയ വാർത്തയാവുകയും വിവാദമാവുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. കാരണം ഉത്തര കൊറിയയെ സംബന്ധിച്ച് UN ഉപരോധമുണ്ട്. അതായത് ലക്ഷറി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു നീക്കം പുടിൻ നടത്തിയതും. ഇനി വാഹനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് ഒരു തരത്തിലും സാധാരണ വാഹനം പഞ്ചറാകും. ഈ വാഹനം പഞ്ചറാകത്തില്ല. 20 ഇഞ്ച് വീല് അതെന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വീലാണ്. വെടിയുണ്ടകൾക്ക് പോലും ആ വീലിനെ തുളച്ച് ഭേദിക്കാനായി സാധിക്കത്തില്ല. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും എയർ ലീക്കോ മറ്റ് സംഭവങ്ങളോ ഉണ്ടെങ്കിൽ പോലും പഞ്ചറായാൽ പോലും
ആ വാഹനം എന്ത് ചെയ്യാൻ പറ്റും, സുരക്ഷിതമായി VIP യെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കാനായി സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി സ്നൈപ്പറുകൾക്ക് പോലും അതിൻ്റെ ഗ്ലാസുകളെ തുളയ്ക്കാനായി സാധിക്കില്ല. അത്രയധികം കരുത്തുറ്റ ബുള്ളറ്റ് പ്രൂഫ് സംവിധാനമാണ് ഇതിനകത്തുള്ളത്, ബാലിസ്റ്റിക് സംവിധാനമാണ് ഇതിനകത്തുള്ളതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായാൽ പോലും വാഹനത്തിന് പുറമേ ചെറിയ തട്ടുകേടുകളോ പരിക്കോ കാണിക്കുന്നെങ്കിലും അകത്തിരിക്കുന്നവർക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇനി വാഹനം മുഴുവനായി നിന്ന് തീഗോളമായി കത്തിയാൽ പോലും അകത്തിരിക്കുന്ന VIP-ക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല, അതിൻ്റെ ഒരു ചെറിയ സൂചന പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് അറിയാവുന്നതാണ്, ഇപ്പോൾ പുറമേ ഒരു വാഹനം തീ പിടിച്ചാൽ അകത്തേക്ക് പുക വരത്തില്ലേ എന്നുള്ള സംഭവം. അതുപോലും എയർ ഫിൽട്രേഷന് പോലും പ്രത്യേക സംവിധാനമുണ്ട്, അകത്ത് ഓക്സിജൻ സപ്ലൈ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി എമർജൻസി എക്സിറ്റ് ഉണ്ട്, ആ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തു പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഫയർ എക്സ്റ്റിങ്ക്വിഷർ അടക്കം അതിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ സംവിധാനങ്ങളുണ്ട്. അകത്തിരുന്നുകൊണ്ട് തന്നെ VIP-ക്ക് പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. സാറ്റലൈറ്റ് ഫോൺ അടക്കം ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ അതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളുള്ള അത്യാധുനിക അത്യാഡംബര സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ലോകത്തിലേക്ക് വെച്ചെന്ന് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആളുകളാണ് ഇത്രയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനം ഉപയോഗിക്കുന്നത്. അതിൽ ഒരു പ്രധാനി കൂടിയാണ് പുടിന് പണ്ട് മുതൽക്കേ തന്നെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ടും ഇത്തരത്തിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നതുകൊണ്ടും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ള ഒരു വാഹനത്തിന് നേർക്ക് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലൊരു ധാരണയിലേക്ക് എത്താനായി സാധിക്കൂ.